എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ പറ്റിയാണല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും എനിക്ക് ഒട്ടും തന്നെ വയ്യായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പോലും സത്യം പറഞ്ഞല്ല കേട്ടോ, എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. ദൈവം നിർത്തി. ശരിക്കും ഞാൻ തന്നെയാണോ നിൽക്കുന്നതെന്ന് ഇപ്പം എനിക്കൊരു സംശയമുണ്ട്. സത്യം ചില സമയത്തൊന്നും കാണുന്നില്ല കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിങ്ങിനിടയിൽ കൂടെ രോഗം വന്നു, പനി വന്നു, ലങ്സ് ഇൻഫെക്ഷൻ വന്നു. അപ്പം മരുന്നെല്ലാം അതുപോലെ തന്നെ എടുക്കണ്ടേ നമുക്ക്. മരുന്നെല്ലാം കൂടെ എടുത്തപ്പോൾ പിന്നെ എൻ്റെ ശരീരത്തിന് ബാലൻസ് ഇല്ലാതായിപ്പോയി. നമ്മൾ ഈ കടൽക്കരയിലൊക്കെ നിൽക്കുമ്പോൾ ഈ കടലിൻ്റെ തിര ഇങ്ങോട്ട് വന്നിട്ട് കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മണ്ണ് വന്നങ്ങ് പോകുമ്പോഴേ നമ്മൾ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ശരിക്കും ഞാൻ അതായിരുന്നു ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ ആഴ്ച മൊത്തം. എനിക്കങ്ങ് ബാലൻസ് ഇല്ലാത്ത പോലെ, ഈ കാലിനടിയിൽ നിന്ന് മണ്ണങ്ങ് ഒലിച്ചു പോയിട്ട് ഞാൻ വീണ് പോകുന്ന പോലെ അവസ്ഥ. എൻ്റെ ശരീരം മുഴുവനും അതുപോലെ വേദനിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട് കേട്ടോ, മാറിയിട്ടില്ല. അതുപോലെ തന്നെ അത് നിൽപ്പുണ്ട്. രോഗത്തിൻ്റെ ആ ഒരു തീവ്രത ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ക്ഷീണം മാറിയിട്ടില്ല. നിങ്ങളുടെ വലിയ പ്രാർത്ഥനകൾക്കായി നന്ദി കേട്ടോ. സ്തോത്രം. യോസഫങ്ങളെ, ആൻറ്റി എല്ലാവരോടും ഞാൻ പറഞ്ഞു ഇവിടെ ഇന്നലെയൊക്കെ വന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കറണ്ട് പോയിട്ടുണ്ട്. കറണ്ട് പോകുന്നതിന് നമുക്ക് പ്രശ്നമില്ല, കേൾക്കാമല്ലോ അല്ലേ. അപ്പോൾ യൂട്യൂബിലായിരിക്കുന്ന സഹോദരങ്ങൾ, ഇവിടെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടെ കറണ്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. മരങ്ങളൊക്കെ ധാരാളം ഉണ്ട്. ഒരു മരം എങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ അത് വന്ന് അവർ കട്ട് ചെയ്തൊക്കെ മാറ്റിയാലേ പിന്നെ ചിലപ്പോൾ കറണ്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ജനറേറ്ററിൻ്റെ ആവശ്യം നമുക്കിവിടെ ഉണ്ട്. ഞാൻ പിന്നീട് ഇത് എഡിറ്റ് ചെയ്ത് ഇടുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിതിൽ സൗണ്ട് കട്ട് ചെയ്ത് വരാതെ ഫ്ലോ ആയിട്ട് കിട്ടുന്നത്. പക്ഷേ ഞാൻ അടുത്ത പ്രാവശ്യം മുതലൊക്കെ ലൈവായിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മുടങ്ങാതിരിക്കണമെങ്കിൽ ഒരു ജനറേറ്റർ വേണം. ആർക്കെങ്കിലും വാങ്ങിത്തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അത് ദൈവം നിങ്ങളെ ശക്തവരാക്കുന്നത് കഴിയുന്ന പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഈ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഒരു ജനറേറ്റർ സിസ്റ്ററെ, ഇവിടെ കറണ്ട് പോകാതിരിക്കാൻ ഞാൻ വാങ്ങിത്തരാൻ ആഗ്രഹിക്കുന്നു. ലൈവൊക്കെ കട്ടാവാതെ പോട്ടെ എന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളത് ഇൻഫോം ചെയ്യുക. ഈ ലൈറ്റ് ഒന്ന് കൊടുക്കാവോ? ലൈറ്റ് മാത്രം, ലൈറ്റ്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുമോ ഇനി ജനറേറ്ററിന് വേണ്ടിയിട്ട്? വേണ്ടേ? നമുക്ക് ഒരു അത്യാവശ്യമല്ലേ അത് വേണം. കാരണം എപ്പോഴും കറണ്ട് പോകും, നമ്മൾ മുഴുവൻ അങ്ങ് ഇരുട്ടിലായിപ്പോവും. കാരണം ഞാൻ ലൈവായിട്ട് കൊടുക്കണമെന്നൊക്കെ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടാൽ നമുക്കിത് ലൈവായിട്ട് ഇത് വിടാം. നമ്മുടെ ആരാധന നമുക്കിവിടെ ഒരു കെട്ടിടമൊന്നും ആയിട്ടില്ലെങ്കിലും അത് ദൈവം തരും അല്ലേ, വൈകാതെ. കെട്ടിടവും ഇല്ല, നമുക്ക് വസ്തു ഒന്നും ആയിട്ടില്ല, എല്ലാം കർത്താവ് അതെല്ലാം തരും. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ പറയാൻ വന്നതല്ല, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ബലം വേണം ഇവിടെ നിൽക്കണമെങ്കിൽ. കുറച്ച് സമയമെങ്കിലും പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആത്മീക വരങ്ങൾ നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യമാണത്, വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമില്ല. എന്തുകൊണ്ടാണ്? നീ ഇതെല്ലാം കൂടെ ഇവരെ പഠിപ്പിച്ച് ഇവരെല്ലാം കൂടെ ഇതെല്ലാം വാങ്ങിച്ച് എൻ്റെ രാജ്യം തകർക്കാൻ വേണ്ടി ഇറങ്ങാനാണോ ഇതെല്ലാം പഠിപ്പിച്ച് ഇവരെ വിടുന്നത്? അല്ലേ അല്ലേ? ആണോ അല്ലയോ? അപ്പോൾ അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും കർത്താവിൻ്റെ കൃപയാലെ ഞാനത് ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ പഠിച്ചത് 3 കാര്യങ്ങൾ പഠിച്ചല്ലേ? എന്തൊക്കെ പഠിച്ചു? അന്യഭാഷ, വ്യാഖ്യാനം, പ്രവചനം. അതത്ര ഒരുമിച്ച് പറഞ്ഞെന്നല്ലേ? മുമ്പിലുണ്ട് എപ്പിസോഡുകൾ. യൂട്യൂബിൽ കാണുന്നവർക്ക് ഇതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പോയി കാണുക. അവിടെ നിന്നേ പഠിച്ചു വന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്ത് ചെയ്തു? പഠിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതങ്ങനെ ഇങ്ങനെയും പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. അതെന്താണ്? ആത്മാക്കളുടെ വിവേചനം, അല്ലെങ്കിൽ ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ്സ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എല്ലാ വിശ്വാസികൾക്കും വേണം. കാരണം അന്ത്യകാലമാണ്. അപ്പം ഞാൻ പറയുമ്പോൾ എല്ലാ ഗിഫ്റ്റും എല്ലാവർക്കും വേണം, അത് സത്യമാണെങ്കിലും ഇതില്ലാതെ നമുക്ക് പറ്റില്ല. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരു
ഒരാൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണോ എന്നറിയണ്ടേ സിസ്റ്ററെ? അറിയണം അല്ലേ? നമ്മളോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണോ? ഇനിയിപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, അത് ദൈവത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് തന്നെ ആണോ? കറക്റ്റ് ആണോ? ഇതെല്ലാം നമ്മൾ അറിയണം അല്ലേ? ആത്മാവ് പലതരത്തിലുണ്ട്. ദൈവം ആത്മാവാകുന്നു എന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ? ദൈവ ആത്മാവ് തന്നെ ആണോ? ആണ്. അതും സംശയമാണ് നമുക്ക്. ആണ്, ദൈവ ആത്മാവാണ്. അപ്പം നമുക്ക് അത് ഒന്ന് വായിച്ചാലോ ആ വചനം? യോഹന്നാനിലാണെന്ന് തോന്നുന്നു. യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് 4:24 ഒന്ന് വായിച്ചാട്ടെ. ദൈവം ആത്മാവാകുന്നു, ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. അപ്പൊ ദൈവം ആരാണ്? ആത്മാവാണ്. ശരിയാണല്ലോ? അപ്പൊ ദൈവം ആത്മാവായതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആത്മാവിനൊരു ശരീരമില്ലേ? ഉണ്ടോ? ശരീരമുണ്ടോ? ശരീരമുണ്ട്, പക്ഷെ നമുക്ക് വിസിബിൾ അല്ല. നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പ്രത്യേകിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൃശ്യമായ ശരീരങ്ങളുണ്ട്, അദൃശ്യമായ ശരീരങ്ങളുണ്ട്, അല്ലയോ? നിത്യമായ ശരീരങ്ങളുണ്ട്. അപ്പോൾ തേജസ്സിന് വ്യത്യാസമുണ്ട് ശരീരങ്ങൾ തമ്മിൽ. അതെല്ലാം നമുക്കറിയാം. അപ്പോൾ ദൈവം ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ആത്മാവാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ അറിയേണ്ടത്. പിന്നെ പിശാച് ആത്മാവാണ്, ദൂതന്മാർ ആത്മാവാണ്. മനസ്സിലായോ? ഇവരൊന്നും ഈ പറയുന്ന പോലെ നമ്മളെപ്പോലെ ജഡശരീരമുള്ള സംഭവങ്ങളല്ല ഇത്. മനുഷ്യർക്ക് മാത്രമാണ് എന്തുള്ളത്? ഒരു ജഡശരീരം ഉള്ളത്. നമ്മുടെ ആത്മാവ് നമ്മുടെ ഈ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു ദേഹിയുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്കൊരു വ്യക്തിത്വം ഉണ്ട്, നമുക്കൊരു സോളുണ്ട്. സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചിന്ത, വിചാരം അല്ലേ? അതല്ലേ നമ്മളാക്കി മാറ്റുന്നത്. ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരാളായിരുന്നു ഞാനെങ്കിലോ ഞാൻ എന്ത് സാധനമാണല്ലേ? അങ്ങനെ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. കറണ്ട് വന്നു. ഹല്ലേലൂയ. വോളിയം കുറച്ച് വെച്ചു. ഇത്രയും വോളിയം വേണ്ട. കേൾക്കല്ലോ അല്ലേ നിങ്ങൾക്ക്? ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ശബ്ദം കുറച്ചൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. തൊണ്ടപ്പോൾ അത്രയും സ്ട്രെയിൻ കുറഞ്ഞിരിക്കും. അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് ഒരു വാക്യം കൂടി ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 4:1 വായിച്ചോട്ടും. 1 യോഹന്നാൻ 4:1. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളത് തന്നെ ഒന്ന് എന്ത് ചെയ്യണമെന്ന് ശോധന ചെയ്യണമെന്ന്. മനസ്സിലായോ? ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ബിലൗഡ്, do not put faith in every spirit, but prove or test the spirits to discover whether they proceed from God. ശരിക്കും അത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഞാൻ സംസാരിക്കുന്നു, ഞാൻ പറയുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ? നിങ്ങൾക്കറിയാവോ? എങ്ങനെ ടെസ്റ്റ് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കും? എത്രയോ ചർച്ചുകൾ ലോകത്തുണ്ട്, എത്രയോ ആരാധനാലയങ്ങളുണ്ട്, എവിടെല്ലാം ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. എല്ലാം ദൈവികമായിട്ടുള്ള തന്നെയാണോ? അല്ല. അതിനകത്ത് പിശാച് കളിക്കുന്ന സ്ഥലങ്ങളും ധാരാളം ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ ഹൗ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ്? എങ്ങനെ നമുക്കത് തിരിച്ചറിയാം, ഡിസൈൻ ചെയ്യാൻ കഴിയും? എനിക്കിതൊന്നും ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ചർച്ചിൽ പോയി അങ്ങ് ഇരിക്കണം, ആരാധിക്കണം, വീട്ടിൽ പോകണം, പിന്നെ ഉറങ്ങണം, അടുത്ത ആഴ്ച വരണം. ഇങ്ങനെയുള്ളവർക്ക് ഇത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ ഇതങ്ങോട്ട് കിടക്കുകയും വേണ്ട അല്ലേ? ശരിക്കും നമുക്ക് നമ്മൾ ദൈവമക്കളാണെങ്കിൽ തീവ്രമായ ചില ആഗ്രഹങ്ങൾ നമുക്ക് വേണം. എനിക്കാണെങ്കിൽ ഈ പിശാചൊന്നും പറയാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കിഷ്ടമല്ല അവനെ പറ്റി പറയാൻ പോലും. പക്ഷേ നമ്മളിങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ അറിയാമോ, നമ്മളിങ്ങനെ ബോൾ തട്ടി കൊണ്ടുപോയി കോർട്ടിൽ അടിക്കാനായിട്ട് പോകുമ്പോൾ തിരിച്ചവിടെ നിന്ന് ഒരു അടി വരുമ്പോൾ നമുക്കറിയാം ആരോ തിരിച്ചടിക്കുന്നുണ്ടെന്നല്ലേ. അപ്പോഴാണ് ശരിക്കും എനിക്ക് ഇവനെ പറ്റി ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമില്ല പിശാചെന്ന് പറയുന്ന പോലും. ഇവനെ പറ്റിയൊക്കെ നമ്മൾ എന്തിനു പറയണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ രക്ഷയിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധം കിട്ടിയല്ലോ.
ഇനി പിന്നെ കർത്താവും ഞാനും അങ്ങനെ പോയാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ ഗെയിം കളിക്കുന്ന പോലെ നമ്മൾ ഈ ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ ഗെയിം കളിയല്ല ഞാൻ പറഞ്ഞതാ, നമ്മളിങ്ങനെ വളർന്നു വരാൻ തുടങ്ങിയപ്പോൾ ബോൾ തട്ടി പല സ്ഥലങ്ങളിലോട്ടും കൊണ്ടുപോയി നമ്മൾ അടുത്തൊരു മണ്ഡലത്തിലോട്ട് ഇതിനെ തട്ടി കയറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ ആത്മാവിൽ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ബിഗ് ഫൈറ്റ്, ഇങ്ങോട്ടൊരടി. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? അല്ല, പ്രാർത്ഥിക്കാത്തവർക്കും ഉപവസിക്കാത്തവർക്കൊന്നും അടിയൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളങ്ങ് ഉറങ്ങിയിരിക്കുന്നതുകൊണ്ട് പിശാച് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് ഒന്നിനും വരയില്ല. ഇതൊക്കെ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോർട്ടിൽ ഈ ബോൾ കൊണ്ട് കയറ്റാൻ നോക്കിയ സമയത്ത് അവിടെ നിന്ന് വലിയ ആഞ്ഞൊരടി. അപ്പോൾ ഞാൻ എവിടെ നിന്നും അവിടെ തിരിച്ചു വന്നു. മനസ്സിലായി? അപ്പോൾ ഈ ഒരു ആത്മീയ യുദ്ധത്തിൽ നമുക്ക് അവൻ എവിടെയൊക്കെ നിന്ന് ഗോൾ അടിക്കാൻ നമ്മളെ സമ്മതിക്കാതെ അവൻ എവിടെയൊക്കെ കയറി നിൽക്കുന്നു എന്ന് അറിഞ്ഞില്ലെങ്കിൽ, അവൻ്റെ തന്ത്രങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, അവൻ്റെ ആയുധങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവില്ല. മനസ്സിലായോ? അവിടെ ഞാൻ തീരുമാനിച്ചു ചിലത് അറിയണം. അല്ലാതെ എനിക്ക് ഒരു ആഗ്രഹമില്ല ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മുന്നോട്ട് 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 പോകും തോറും എന്ത് ചെയ്യും? അവൻ പ്രതിസന്ധികൾ കൊണ്ടുവയ്ക്കും. അടികൾ വരും. അപ്പോൾ എവിടെയാണ് അവൻ മറഞ്ഞു നിൽക്കുന്നതെന്ന് നേരത്തെ നമ്മൾ അറിയണം. എന്താണ് അവൻ്റെ പ്രവർത്തനങ്ങളെന്ന് നേരത്തെ നമ്മൾ അറിയണം. എന്താണ് അവൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെന്ന് നേരത്തെ നമ്മൾ അറിയണം. പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിന് ഏർപ്പെടാതെ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം മറ്റേ രാജ്യത്തിലുള്ള ആയുധങ്ങളും സ്രോതസ്സിലുള്ള പേടിയുണ്ട്. ശരിയല്ലേ? കാരണം അവൻ്റെ കയ്യിൽ ഇന്നിന്ന ആയുധങ്ങളുണ്ട്, നമ്മൾ പോയി ഏറ്റുമുട്ടിയാൽ അവൻ അത് പ്രയോഗിച്ച് നമ്മളെ നശിപ്പിച്ച് കളയും, അല്ലേ? അപ്പോൾ അത് ഇവർക്ക് എല്ലാ രാജ്യത്തിനും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷെ ദൈവമക്കളായ നമുക്ക് ദൈവരാജ്യത്തിൽ എന്തൊക്കെയാണ് വെപ്പൺസ് ഉള്ളതെന്ന് അറിയത്തില്ല. മനസ്സിലായോ? നമുക്കൊന്നും അറിയില്ല. നമ്മളങ്ങ് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി നിൽക്കുവാണ്. പക്ഷെ നമുക്കറിയില്ല എന്തൊക്കെയാണ് ആയുധങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. ഇനി നമ്മുടെ ശത്രുവായ പിശാച്, അവൻ്റെ തന്ത്രങ്ങൾ എന്താണ്, അവൻ്റെ ആയുധങ്ങൾ എന്താണെന്ന് അതും നമുക്കറിയില്ല. പിന്നെ എന്ത് യുദ്ധം ചെയ്യാനാണ് നമ്മൾ പോകുന്നതെന്നാണ് എൻ്റെ ചോദ്യം. നമുക്ക് അവനെ അറിയില്ല, അവൻ്റെ സൈന്യ ബലം അറിയില്ല, അവൻ്റെ യുദ്ധ തന്ത്രങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ എന്ത് യുദ്ധം ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാനാണ്? ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്, വളരെ ആഴത്തിൽ നമ്മൾ ഒന്ന് പഠിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അത് ഒറ്റ ക്ലാസ് കൊണ്ട് തീരില്ല. അതായി പറഞ്ഞ 2 or 3 ക്ലാസ് ഒന്ന് എടുത്ത് വൃത്തിയായിട്ട് നമ്മളതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ അവൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു തുടങ്ങാമല്ലോ നമുക്ക്. ശരി, 1 യോഹന്നാൻ 4:1 ഒന്നുകൂടെ വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവ തന്നെയോ എന്ന് ശോധന ചെയ്വിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ആത്മാവൊക്കെ ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്ന് ഉള്ളത് അല്ല. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന എല്ലാ ആത്മാവും ദൈവത്തിൽ നിന്ന് ഉള്ളതാണ്. എന്നാൽ യേശുവിനെ അംഗീകരിക്കാത്തവർ, യേശു ദൈവപുത്രനായി അംഗീകരിക്കാത്തവരൊന്നും തന്നെ ദൈവത്തിൽ നിന്ന് ഉള്ളവരല്ല. അവിടെ പറയുന്ന ഒരാത്മാവ് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പറ്റിയാണ്. ഹല്ലേലൂയ. എന്നാൽ ഒറ്റ ആത്മാവല്ല ഉള്ളത്. അവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അതിൻ്റെ താഴത്തെ വാക്യം, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ, അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. അപ്പോൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് എവിടെ ഉണ്ട്? ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ലോകത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന്. മനസ്സിലായോ? ഈ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇനി നാളെ വരാൻ പോകുന്നല്ല, ഇപ്പോൾ തന്നെ അത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്ത് തിരിച്ചറിയണം. അടുത്ത വാക്യം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അല്ലോ. അപ്പം നമ്മൾ എവിടെ നിന്നുള്ളവരാ? ദൈവത്തിൽ നിന്നുള്ളവരായാലേ എന്ത് ചെയ്യാൻ പറ്റൂ?
അവനെ ജയിക്കാൻ പറ്റും. അവനെ തിരിച്ചറിയാനും അവനെ ജയിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരായി മാറണം. ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ അവനെ തിരിച്ചറിയാനും അവനെ ജയിക്കാനും പറ്റൂ. ഹല്ലേലൂയ. നമ്മളെല്ലാം യേശുവിനെ വിശ്വസിച്ചു. അതെ, യേശു ദൈവപുത്രനാണ്, പാട്ടും പാടി നമ്മളെ വഴിക്ക് നടന്നു. അവൻ നമ്മളെ പറ്റിക്കുമെന്നേ. മനസ്സിലായോ? അവൻ പറ്റിക്കും. ഹല്ലേലൂയ. ഓരോ നിമിഷവും ഓരോ മൂമെന്റും നമ്മുടെ ജീവിതത്തിൽ ദൈവ ശബ്ദം കേട്ട് നമ്മൾ കടന്നു പോയില്ലെങ്കിൽ അവൻ അടുത്ത നിമിഷം നിങ്ങളെ വഞ്ചിച്ചു കളയും. കാരണം അങ്ങനാണ്. വഞ്ചനയുടെ ഒരു ആത്മാവ് ഇന്ന് ലോകത്ത് മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം വഞ്ചിക്കുന്ന ഒരാത്മാവ്. നമ്മൾ ഈ വഞ്ചന ഒരു സ്വഭാവമായിട്ടല്ലേ നമുക്കറിയാവൂ. ഇതൊരു ആത്മാവായിട്ട് നമുക്കറിയത്തില്ലല്ലോ, അല്ലേ? അവൻ എന്നെ വഞ്ചിച്ചു, ഇവൻ എന്നെ പറ്റിച്ചു എന്നൊക്കെ പറയില്ലേ. അതൊരു സ്വഭാവമായിട്ടേ നമുക്കറിയത്തുള്ളൂ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പിശാചിൻ്റെ ഒരു ആത്മാവാണ്. അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പിശാചിനുണ്ട്. വഞ്ചനയുടെ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ പല പല ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന പോലെ അല്ലേ? അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. വഞ്ചിക്കാൻ, മനുഷ്യരെ വഞ്ചിക്കാൻ. നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കി, എവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. വിഗ്രഹങ്ങളുടെ അടുത്തൊക്കെ. ശരിയാണോ അല്ലയോ? ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ തന്നെ, യേശുവിനെ അംഗീകരിക്കുന്നവർ തന്നെ, യേശുവിനെ ആരാധിക്കുന്നവർ തന്നെ വിഗ്രഹങ്ങളുടെ അടുക്കലൊക്കെ ഓടിപ്പോകുന്നില്ലേ അവിടുത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ? ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പാ എങ്ങനെ ഈ വിഗ്രഹങ്ങളുടെ അടുക്കൽ ഇത്രയും അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ഉണ്ടാകുന്നു? ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യനാണ്. കർത്താവിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതിനെപ്പറ്റി പഠിക്കുക ഡീപ്പായിട്ട്. കർത്താവ്, ഇത്രയും വിഗ്രഹങ്ങൾ അവിടെ ഇരിക്കുന്നു, അവിടെ നിന്ന് എണ്ണ ഒഴുകുന്നു, അവിടെ മണം ഉണ്ടാകുന്നു, സെൻറ്റ് ഉണ്ടാകുന്നു, അവിടെ നിന്ന് കൊണ്ടുവരുന്ന എണ്ണയിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ഈ വിഗ്രഹങ്ങൾ അതേ രൂപത്തിൽ തന്നെ പോയി പലർക്കും പ്രത്യക്ഷപ്പെടുന്നു. പുണ്യോളന്മാരായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങൾക്കറിയാതെ അത് എന്ത് രൂപങ്ങൾ തന്നെ ആയിക്കോട്ടെ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, ഇവരെല്ലാം പോയി പ്രത്യക്ഷപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്നത് എന്താണ്? യേശു അല്ല അവിടെ ഒന്നും ഇരിക്കുന്നത്, നമുക്കറിയാം അല്ലേ? വിഗ്രഹങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. സർവശക്തനായ ദൈവം വിഗ്രഹങ്ങളിൽ വസിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആരത്ഭുതം ചെയ്താൽ ഈ ജനങ്ങളൊന്ന് രക്ഷപ്പെട്ടാൽ മതിയല്ലോ. അങ്ങനെ പൊട്ട ബുദ്ധിക്ക് ഇതെല്ലാം ചിന്തിച്ചിട്ടുള്ള. ആരെങ്കിലും അത്ഭുതം ചെയ്താൽ ഈ ജനങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ യേശുവിനെ അറിഞ്ഞാലും മതി. ആദ്യം ഇവരടുത്തോ, വിശുദ്ധന്മാരടുത്തോ, അമ്മയുടെ അടുത്തോ, ആരടുത്തോ വേണമെങ്കിലും ഇവരൊക്കെ പോയിട്ട് അവരൊന്ന് രക്ഷപ്പെടട്ടെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർത്താവിൻ്റെ കണ്ണിനെ നന്നായിട്ട് അങ്ങ് തുറന്നു തന്നു. ഈ പറയുന്ന വിശുദ്ധന്മാരോ, ഈ പറയുന്ന വിഗ്രഹങ്ങളിൽ ഇരിക്കുന്ന ശക്തികളോ, ഈ പറയുന്നവരല്ല ഇവിടെ ഇരുന്ന് അത്ഭുതം ചെയ്യുന്നത് എന്ന് ദൈവം എൻ്റെ കണ്ണു തുറന്ന് എന്നെ കാണിച്ചു. അപ്പോൾ ഈ പറയുന്ന വിശുദ്ധന്മാരാണ് ഈ വിഗ്രഹങ്ങളിലൂടെ അത്ഭുതം ചെയ്തെങ്കിലും നമുക്കിത്ര വിഷമമില്ല, കാരണം അവരല്ലേ ചെയ്യുന്നത്. എന്നാൽ ഈ ചതിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പിശാചിൻ്റെത് എനിക്ക് പരിചയപ്പെടുത്തി തന്നു കർത്താവ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സാത്താൻ ടു ഡിസീവ് പീപ്പിൾ. ഇങ്ങനെ വിഗ്രഹങ്ങളിലൂടെ, അതിലൊഴുകുന്ന എണ്ണയിലൂടെ, അവിടെ നിന്ന് ജപിച്ചു കെട്ടുന്ന നൂലുകളിലൂടെ, മോതിരങ്ങളിലൂടെ, ഇതെല്ലാം വ്യാപരിക്കുന്നത് ആ പിശാചിൻ്റെ തന്ത്രമാണെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ പോയി ഞാൻ ആ പിശാചിനെ പരിചയപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു. അന്നേരം ആ പിശാച് കളിയാക്കിയത് ഇങ്ങനെയാണ്, നമ്മളെ ക്രിസ്ത്യാനികളെ മുഴുവൻ കളിയാക്കിയത്. നിങ്ങൾ യേശുവിനെ അറിയുന്നെന്ന് പറഞ്ഞിട്ട്, ക്രിസ്ത്യാനികളാണെന്ന് നിങ്ങൾ പറഞ്ഞു നടന്നിട്ടും ഞാൻ എത്ര വിദഗ്ധമായി നിങ്ങളെ പറ്റിക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്കത്? അവൻ മോക്ക് ചെയ്യുവാണ്, കളിയാക്കുവാണ്. നേർക്ക് നേരെ നിന്ന് ഞാൻ എത്ര വിദഗ്ധമായി നിങ്ങളെ പറ്റിക്കുന്നു, ഇന്ന വിശുദ്ധൻ എന്ന് പറഞ്ഞ്, ഇന്ന ആളെന്ന് പറഞ്ഞ് നിങ്ങൾ ആരാധിക്കുന്നിടത്ത് ഞാനായിരുന്നു അത്ഭുതം ചെയ്യുന്നേ, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? നിങ്ങളോടാണ് പിശാചി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അവരെ പറ്റിക്കും. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത്? എന്തിനാ ഈ പാവം മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ലോകം മൊത്തം ഞാൻ എൻ്റെതാക്കും. എന്താണ് അവൻ്റെ പദ്ധതി? ഈ ലോകം മൊത്തം ഞാൻ എൻ്റെതാക്കും. ഞാൻ ചോദിച്ചു, നിനക്കറിയത്തില്ലേ അത് കർത്താവാണ്, ദൈവരാജ്യമാണ് സ്ഥാപിക്കേണ്ടതെന്ന് അറിയത്തില്ലേ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ മറുപടിയാണ്,
എൻ്റെ അവസാനം വരെ ഞാൻ ശ്രമിക്കും. ദൈവം അവസാനം വരെ അവൻ്റെതാക്കാനായിട്ട് അവൻ ശ്രമിക്കും. അതിനുവേണ്ടി അവൻ ജനങ്ങളെ ചെയ്യുന്ന എന്താണ്? പറ്റിക്കുന്നു, വഞ്ചിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിച്ചു, ഒരു വിടുതൽ കിട്ടിയില്ല എന്ന് വയ്ക്കുക, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവരറിയുവാണ് ഇന്ന സ്ഥലത്ത് ഇന്ന വിഗ്രഹത്തിൻ്റെ അടുത്ത് അവിടെ പോയി ദാണ്ട പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര അത്ഭുതങ്ങളാണ്, സാക്ഷ്യങ്ങളാണ്, അടയാളങ്ങളാണ് സിസ്റ്ററെ, പെട്ടെന്ന് അവിടെ അങ്ങ് കൊണ്ടുപോയാൽ കൊച്ചിന് സൗഖ്യം വരുമല്ലോ എന്നൊരാൾ പറയുകയാണെന്ന് വയ്ക്കുക. അവരോട് ഞാൻ ഈ സത്യം പറഞ്ഞു കൊടുക്കുക, അവരത് അംഗീകരിക്കുമോ? അതാണ് എൻ്റെ വിഷമം. ഞാൻ അവരോട് പറയും, അവിടെ യേശു അല്ല ഇരിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന വിഗ്രഹത്തിലുള്ള ആളുമല്ല, വേറൊരു പൈശാചിക ശക്തി നിങ്ങളെ പറ്റിക്കുക, അതാരെന്ന് എനിക്കറിയാം എന്ന് ഞാൻ അവരോട് പറഞ്ഞാൽ ഡു ദേ എഗ്രി വിത്ത് മീ? അവരെന്നോട് ചേർന്ന് വരുമോ? ഒരിക്കലുമില്ല. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. മനസ്സിലായോ? അപ്പൊ അവിടെ പോകുമ്പോൾ പെട്ടെന്നൊരു അത്ഭുതം അവർക്ക് നടക്കുന്നു, തലവേദന മാറി. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ അവരുടെ പിന്നെയുള്ള ജീവിതം എക്സാമിൻ ചെയ്യണം. അന്നേരം തലവേദന മാറി ഇല്ലെന്ന് ഞാൻ പറയില്ലേ, മാറും. കാരണം അവൻ ആരാണ്? അവൻ ചതിക്കുന്നവനാണ്, ചതിയനാണ്. എന്തിനാണ് നീ ഇവർക്ക് ഈ വന്ന ഉടനെ ഈ രോഗങ്ങളൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുന്നതെന്നേ? അവരെൻ്റെ കൂടെ നിൽക്കാനാ. എന്തിനാണ്? അവരെൻ്റെ കൂടെ നിൽക്കും, പിന്നെ എന്നെ വിട്ടിട്ട് പോകത്തില്ല. പിന്നെ നീ അവരെ നന്നാക്കുമോ? അവൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ ആട്ടോ ഇതൊക്കെ. എവിടെ നന്നാക്കാൻ? നന്നാക്കിയാൽ പിന്നെ അവൻ വരില്ലെന്ന്. എനിക്ക് നേർച്ചയും പൂജയും കാഴ്ചയും തരില്ല, അവൻ ആ വഴിക്ക് പൊയ്ക്കളയും. അപ്പോൾ അവന് പിന്നെയും ഞാൻ പ്രശ്നം കൊടുക്കും, പിന്നെയും ഞാൻ രോഗം കൊടുക്കും, അപ്പോൾ അവൻ പിന്നെയും വരും. പിശാച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ. അപ്പോൾ അവൻ എന്ത് ചെയ്യും? പിന്നെയും എനിക്ക് എണ്ണയും വെളിച്ചെണ്ണയും നേർച്ചയും പൂജയും കാഴ്ചയൊക്കെ കൊണ്ടുവരുമെന്ന് അവന് പിന്നെയും പ്രശ്നം കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ അവനെ വിടത്തില്ലെന്ന്, അവൻ്റെ കുടുംബത്തെ വിടില്ലെന്ന്, പ്രശ്നത്തോട് പ്രശ്നം ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അവ ഇടയ്ക്ക് വരുമ്പോൾ അവനൊരു ചെറിയ ആശ്വാസം ഞാൻ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ അവൻ വീണ്ടും സാക്ഷ്യം പറയും അല്ലേ? വീണ്ടും അവൻ സാക്ഷ്യം പറയും. വഞ്ചിക്കപ്പെടുകയാണെന്ന് പാവങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ നോക്കിക്കോണേ. ഈ കരഞ്ഞാണെന്ന് തോന്നുന്നു. എനിക്ക് കഴിഞ്ഞ ആഴ്ച മൊത്തം ഇത് ഓർത്തിങ്ങനെ കരച്ചിലോട് കരച്ചിലായിരുന്നു. കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതൊന്നും നിങ്ങളെ കണ്ണ് തുറക്കട്ടെ, നിങ്ങളുടെ കണ്ണ്. അപ്പോൾ ഇവൻ വേറെ രോഗം കൊടുക്കും. അപ്പോൾ ഇവ എന്ത് ചെയ്യും? പിന്നെ ഇവർ കുടുംബമായിട്ട് പോകും. അപ്പോൾ ഇവർക്ക് അത്ഭുതം കിട്ടി. ഇവർ അടുത്ത കുടുംബത്തോടു കൂടെ പറഞ്ഞു, ഇന്നടുത്ത് വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ പോയി ഇന്ന ഒരു പ്രാർത്ഥന എടുത്തു, ഇന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടു, ഇതാണ്ടോ അത്ഭുതം നടന്നു. ഇനി ഇവരെയും കൂടെ വിളിച്ചോണ്ട് പോയി. അപ്പം അവരും പാപത്തിലായി. അങ്ങനെ കോടിക്കണക്കിന് മക്കൾ ഇന്ന് പാപത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ഡെലിവറൻസ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടിയത്. ഈ സംഭവങ്ങളൊക്കെ വന്ന് സംസാരിച്ചു. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാണ് അവരവിടെ പിടിച്ച് കെട്ടിയത് എന്നെല്ലാം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇത് ഏതേത് സ്പിരിറ്റുകളാണെന്ന് പേരുൾപ്പെടെ എനിക്കറിയാം. ഓരോ സ്ഥലത്തിരിക്കുന്ന വിഗ്രഹങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന, അത്ഭുതം നടക്കുന്ന വിഗ്രഹങ്ങൾക്കകത്തിരുന്ന് പ്രവർത്തിക്കുന്ന സ്പിരിറ്റുകളുടെ പേരുൾപ്പെടെ എനിക്കറിയാം. അതെല്ലാം ഞാൻ പറയും. പക്ഷെ അതൊന്നും യൂട്യൂബിൽ ഇങ്ങനെ ലൈവായിട്ട് കൊടുക്കുന്നതുകൊണ്ട് പറയുന്നില്ല. കാരണം പറഞ്ഞിട്ട് ഇതിനകത്ത് കാര്യമില്ല, ആരും വിശ്വസിക്കില്ല. നമ്മളെങ്ങ് സിസ്റ്റർ പറയുന്ന തെറ്റാണ്, ഇങ്ങനെ അല്ല, അവിടെ എല്ലാം ഭയങ്കര സംഭവമാണെന്ന് ഇങ്ങോട്ട് പറയാനല്ലാതെ. കാരണം ഇത്രയും പേരുടെ വിശ്വാസം അവിടെ കിടക്കയല്ലേ. കാരണം ഈ ലോകം മൊത്തം ഇളവിയാലും ഇവര് ഈ പിശാചിൻ്റെ ഈ ചതി തിരിച്ചറിയില്ലെന്നേ. അത്രയ്ക്ക് ചതിക്കുക ഇവൻ, വലിയ ചതിയനാ ഇവന്. പിന്നീട് ഇവരെ ജീവിതം നോക്കുമ്പോൾ സിസ്റ്റേഴ്സ് തന്നെ ഇതിനകത്ത് മെസ്സേജ് എൻ്റെ വാട്സപ്പിലുണ്ട്, അതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. അതൊക്കെ ഇവിടെ സഭയിൽ മാത്രം കേൾപ്പിക്കുന്നതാണ്. ഒരു പറയുക, ഉറക്കത്തിൽ വന്ന് പിന്നെ ഇത് ശല്യം തുടങ്ങും. മനസ്സിലായില്ലേ? ഈ സ്പിരിറ്റ് പ്രശ്നങ്ങൾ തുടങ്ങും, വേറെ രോഗങ്ങളായി. അന്നേരം മനസ്സിലായി ഇവർ അവിടെ പോയി ഇങ്ങനെ ചില പ്രതിജ്ഞകൾ എടുത്തുകൊണ്ടുള്ള കുഴപ്പമാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അവരെ ഡെലിവറി ചെയ്ത്, പിന്നെ അവരോട് ഉടമ്പടികളൊക്കെ കത്തിക്കാൻ പറഞ്ഞ്, പിന്നെ ആ സ്പിരിറ്റ് വിട്ടുപോയത്, പിന്നെ അവർക്കിപ്പോൾ രോഗസൗഖ്യം തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം വരുന്ന വഴിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പിശാച് ചതിയനാണ്. ഒരു അത്ഭുതം കണ്ടോ, അടയാളം കണ്ടോ, ഒരിടത്തും ഓടല്ലേ. ഹല്ലേലൂയ. യേശുവിന് തരാൻ കഴിയാത്തത് വേറെ ആർക്കും തരാനായിട്ട് പറ്റത്തില്ല ലോകത്ത്. ഹല്ലേലൂയ. യേശുവിന് തരാൻ കഴിയാത്തത് ആർക്കും പറ്റില്ല.
അവൻ ചതിക്കും, വഞ്ചിക്കും. കാരണം അവൻ അതേ അറിയാവൂ. ഇത് അന്ത്യകാലം. അന്ത്യകാലത്ത് വൃതന്മാരെയും തെറ്റിക്കും എന്നാ പറഞ്ഞത്. വൃതന്മാരെന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധന്മാർ. വിശുദ്ധന്മാരായി കർത്താവിന് വേണ്ടി കർത്താവിന്റെ ഹിതത്തിൽ ജീവിക്കുന്നവരെയും കൂടെ തെറ്റിക്കാനായിട്ട് പിശാചിന് കഴിയും. ഹല്ലേലൂയ. അതിനുവേണ്ടി അവൻ പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം കാണിക്കും. ദൈവത്തിന് യേശു എന്തെല്ലാമാണോ ചെയ്തത് അതെല്ലാം അവനും ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ സിംഹാസനത്തിലിരുന്നു. അപ്പം നമുക്കെല്ലാവർക്കും ഒരു ജയം വേണം. ഇവൻ്റെ തന്ത്രങ്ങളെല്ലാം നമ്മൾ അറിയണം. അതിനെന്ത് ചെയ്യണം? ജയിക്കണം. വചനത്തിൽ പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. എനിക്കിതൊന്നും മുമ്പേ ഒന്നും അറിയില്ല. ഞാൻ വിചാരിച്ചു സർവ്വലോകവും ദൈവത്തിന്റെ അധീനതയിലായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? അപ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകാത്ത കാര്യമായിരുന്നു. കാരണം യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചല്ലേ, പിശാചിനെ ജയിച്ചല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ല, എല്ലാം യേശുവിൻ്റെതായില്ലേ? അല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല. പിന്നീടാണ് പുതിയ നിയമത്തിൽ പഠിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലായത് സർവ്വലോകവും എവിടെ തന്നെ കിടക്കുന്നുണ്ട്? ദുഷ്ടന്റെ അധീനതയിൽ തന്നെ കിടക്കുന്നുണ്ട്. സത്യമാണോ അത്? സത്യമാണോ? സത്യമാണോ? ആണ്. എങ്ങനെയാണ് അവന്റെ അധീനതയിൽ ഇപ്പോഴും കിടക്കാനുള്ള കാരണം? നമ്മളാരും ഭരണം ഏറ്റെടുക്കാത്തോണ്ടാ. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അവൻ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അവൻ ഇന്നും ഭരിക്കുന്നത്. ഈ ദേശത്ത് വാഴുന്ന ഒരു ശക്തിയുണ്ട്, അറിയല്ലോ. ഓരോ ടെറിട്ടറിയിലും ഓരോ പിശാച് വാഴുന്നുണ്ട്. അവന്റെ മേൽ എനിക്ക് ആധിപത്യം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവനെ ഞാൻ തോൽപ്പിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ചോദ്യം. ലോകം മൊത്തം എടുക്കാൻ വരട്ടെ, ആദ്യം നമ്മുടെ ഓരോ ദേശം എടുക്കാമല്ലോ നമുക്ക്. അവനെ ഞാനാണ് ഒരു സിംഹാസനത്തിൽ തൻ്റെ ഒരു കസേര ഇട്ടിട്ട്, ഇവിടെ ഒരു കസേര ഇട്ട് ഞാൻ ഇതിൻ്റെ മണ്ടയിലോട്ട് കയറിയിരിക്കുക. ഞാനാണ് ഇവിടുത്തെ അധിപതി കേട്ടോ, ഭരിക്കുന്ന ആൾ. എന്നെ ഈ കസേരയിൽ നിന്ന് ഇറക്കി വിടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ ചോദ്യം. യുദ്ധം ചെയ്യണം, ജയിക്കാൻ വേറൊരു വരണം. ശരിയല്ലേ? ഞാനാണ് ഇവിടെ മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഇപ്പോൾ. ശരിയാണോ അല്ലേ? അമൃത ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. ഒരു പേര്, വേറൊന്നിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ. എന്നെ എണീപ്പിച്ച് വിടണമെങ്കിൽ വേറെ എന്നേക്കാൾ ശക്തിയാർന്ന ഒരാൾ വരണം. യേശു പറഞ്ഞു, ബലവാനെ പിടിച്ചു കിട്ടാതെ അവൻ്റെ കോപ്പ് കവരാൻ പറ്റില്ല. അപ്പൊ ഇവനെ പിടിച്ച് സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിടാനുള്ള അധികാരം എനിക്കും നിങ്ങൾക്കും വേണമെന്ന്. ഹല്ലേലൂയ. ഈ സത്യം പറഞ്ഞാൽ പറയാനുള്ള സുഖമില്ല. എവിടെ നോക്കി എനർജി എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇത് എവിടെ ചെന്നിക്കുമെന്ന്. അപ്പോൾ ഇവനെ, ഈ ദേശത്ത് വാഴുന്ന ചില ശക്തികളെ പറഞ്ഞു വിടാനുള്ള അധികാരം, അതോറിറ്റി, പവർ നമുക്ക് വേണം. ഉണ്ടോ? ഇല്ല, വേണ്ടേ? വേണം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദയവായിട്ട് ഇന്നു മുതൽ ആ ശക്തി ധരിക്കുവാൻ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇത് ഏറ്റെടുത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ലേ അതും പറയണമല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഇവനെ പറഞ്ഞു വിടണമെങ്കിൽ നമുക്കതിനുള്ള അധികാരം വേണം. അപ്പോൾ ഞാനൊരു ശക്തിയോട് അങ്ങോട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണെന്ന് വെക്കേ. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ല, ഡെലിവറൻസിൻ്റെ സമയത്ത് ഒരാൾ ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനൊരു ശക്തിയോട് നീ പോ എന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല. കൊച്ചു പിള്ളേർ പറയും പോലെയാണ് ഈ പിശാചേട്ടൻ. ഞാൻ പോവില്ല. എന്താ നീ പോവാത്തെ? ഞാനാണ് വലുത്, നിനക്കതിനുള്ള റാങ്കില്ല. മനസ്സിലായേ? അങ്ങനെ പറയും പിശാച്. കാരണം എന്താണ്? എനിക്കാണ് അധികാരം, നിനക്ക് എന്നെ പറഞ്ഞു വിടാനുള്ള അധികാരമില്ല. നിനക്ക് ആ അധികാരം വേണമെങ്കിൽ നീ ആ സ്ഥാനം അറ്റൈൻ ചെയ്യണം ആദ്യം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാനിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ആ പവറിനാൽ എന്നെ നിറയ്ക്കണേ, അവനെ ജയിക്കാനുള്ള ശക്തി എന്നിൽ തരണേ അപ്പ.
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തരണേയപ്പ. ചില ടെറിറ്ററികൾ ഫ്രീ ആക്കാനുള്ള അധികാരം എൻ്റെ മേൽ വെക്കണേയപ്പ. ആ തീ എൻ്റെ മേൽ ഇടണേ കർത്താവേ. കരഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ കർത്താവ് പറയും, നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, ഇനി എഴുന്നേൽക്ക്. ഇനി അവനോട് പറ, പോടാ, പോയിരിക്കുന്നു. കാരണം എന്താ? അധികാരം അവിടെ നിന്ന് റിലീസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? കയറി ഇരിക്കാൻ പറ്റില്ല ശരീരങ്ങളിൽ. മനസ്സിലായോ? കാരണം എന്നേക്കാൾ അധികാരമുള്ള ഒരാൾ വന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. മനസ്സിലായോ? ശരിക്കും ഇതിൻ്റെ എല്ലാം ഓണർ ദൈവം അല്ലേ? പക്ഷെ അവൻ പിടിച്ചു വച്ചിരിക്കുകയല്ലേ ഇന്ന്. എന്നാൽ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് പറയുക, ഞാൻ യേശുവിന് പകരം ഇപ്പോൾ ഇവിടെ വന്നെന്ന് പറയുന്നത്. ഇതെല്ലാം സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെതാ. ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാൻ പോവുകയാ. ഇറങ്ങിപ്പോടാ നിന്റെ ഈ രാജ്യത്തിൽ നിന്ന് പറഞ്ഞ പിശാച്. ഇറങ്ങിയേ പറ്റൂ അല്ലേ? അപ്പം നമ്മൾ ആദ്യം ബലം ധരിക്കണം, ശക്തിപ്പെടണം. അതുകൊണ്ടാ പറയുന്ന, സിയോൻ പുത്രിയെ എഴുന്നേൽക്ക, ബലം ധരിച്ചു കൊള്ളുക, അരയ്ക്ക് ശക്തി കെട്ടുക. സാധാരണ ഉറക്കം തൂങ്ങിയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാതെ നിങ്ങളുടെ ദേശത്തെ സ്വതന്ത്രമാക്ക, കുടുംബങ്ങളെ സ്വതന്ത്രമാക്ക. ഹല്ലേലൂയ. അതിനുള്ള ബലം ധരിക്കുക, അതിനുള്ള പവർ വാങ്ങിക്കുക. യേശു എവിടെ പോയാലും, നീ ദൈവപുത്രൻ, നീ എന്തിനാവും ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതെന്ന് ഭൂതങ്ങൾ അലറി വിളിക്കുമായിരുന്നു. എനിക്കും നിനക്കും തമ്മിലെന്ത് ദൈവപുത്ര, സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കാൻ വന്നോ? മനസ്സിലായോ? നിങ്ങളെ കാണുമ്പോൾ ഭൂതത്തിനും നിങ്ങളെ മനസ്സിലാവണം, നിങ്ങൾക്ക് ഭൂതത്തെയും മനസ്സിലാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. കഴിയണം. ഇതിനെല്ലാം ശക്തി ധരിക്കാതെ പറ്റത്തില്ല. ഉയരത്തിലെ ശക്തി ധരിക്കാതെ പറ്റത്തില്ല. പക്ഷെ അതിനാണ് ഇന്ന് നമുക്ക് സമയമില്ലാത്തത്, സാവകാശം ഇല്ലാത്തത്. ഹല്ലേലൂയ. എല്ലാം ചെയ്താലും നമ്മുടെ ഉയരത്തിലെ ശക്തി നമുക്ക് വേണമെന്ന് തോന്നില്ല. ഈ ലോകത്തിൽ എന്തുണ്ടായിരുന്നാലും ഉയരത്തിലെ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ജയിക്കില്ല. മനസ്സിലായോ? ജയിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേച്ചിയതേ ഒരു കാര്യം കാണിച്ചില്ലേ? ഇന്ന സ്ഥലത്ത് നിന്ന് അല്ലേ ഒരു പൈശാചിക ശക്തി ഇങ്ങനെ ഒരു കുടുംബത്തിന് നേരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൽ വളരാൻ തുടങ്ങിയതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് കളയാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ കുടുംബത്തിലേക്ക് പല സൈഡിൽ നിന്നും അറ്റാക്കുകൾ വരാം. ഹല്ലേലൂയ. അപ്പം അന്നേരം ദൈവം അത് കാണിക്കും. നമ്മൾ ആത്മമണ്ഡലത്തിൽ വളർന്നു വന്നാൽ സിസ്റ്ററിനെയും കാണിക്കും അല്ലേ? ഒരുപാട് കാര്യങ്ങൾ അത് അവിടെയും കാണിക്കാറുണ്ട്. ഇന്ന ഭാഗത്തു നിന്ന് നിനക്കൊരു ഈവിൾ അറ്റാക്ക് വരുന്നു. എനിക്ക് ഈ ഫാസ്റ്റിംഗ് തുടങ്ങിയപ്പോഴേ മനസ്സിലായി ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലുള്ളവരോട് ഒത്തിരി പേരോട് പ്രാർത്ഥനയ്ക്കൊക്കെ റിക്വസ്റ്റ് ചെയ്തത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഒരു വലിയ സ്ട്രഗിളിൽ കയറാൻ പോവുകയാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. ഹല്ലേലൂയ. കാരണം അങ്ങനെയാണ്, നമ്മൾ ദൈവകൃപയിൽ നിൽക്കുമ്പോൾ കർത്താവ് നേരത്തെ കാണിക്കും എവിടെ നിന്നാണ് നമുക്ക് അറ്റാക്ക് വരുന്നതെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് തയ്യാറെടുക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ചിലതിനെ ശാസിക്കാൻ, ചിലതിനെ തട്ടിക്കളയാൻ അപ്പോൾ ഫാസ്റ്റിങ്ങും പ്രെയറും എല്ലാം നമുക്ക് ആവശ്യമായി വരും. നമ്മുടെ ആ ഒരു മണ്ഡലം ഒന്ന് തുറന്നു കിട്ടിയാൽ തന്നെ നമ്മൾ ശക്തിപ്പെടും സഹോദരങ്ങളെ. നമുക്ക് ചുറ്റുമുള്ള അരൂപികളെ നമുക്ക് കാണാനായിട്ട് തുടങ്ങും. പിന്നെ കാരണം നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്രമാത്രം ശബ്ദ തരംഗങ്ങളാണ് ഇവിടെ കൂടി കടന്നു പോകുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്തെല്ലാം കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്, നമുക്കിതൊന്നും കാണുന്നില്ല. എന്നാൽ നമ്മൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് പലതും കാണാനും അറിയാനും കേൾക്കാനും കഴിയും. ഒരു ദേശത്തെ ഏത് ശക്തിയാണ് ഭരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. മനസ്സിലായോ? അവൻ്റെ അണ്ടറിൽ കുഞ്ഞു 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 ധാരാളം പിശാചുക്കൾ കാണും. അവരെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു മന്ത്രവാദി ഉണ്ടാവും ഇല്ലേ? അവരെല്ലാം വെളിപ്പെട്ട് വരും പ്രാർത്ഥനയിൽ. കാരണം എന്താണ്? മുകളിൽ നിൽക്കുന്നവനെ പിടിച്ചാൽ താഴെ നിൽക്കുന്നവനെല്ലാം വീണോളൂ അല്ലേ? നമ്മൾ താഴെ നിൽക്കുന്നവരോട് ചുമ്മാ ഫൈറ്റ് ചെയ്യാനൊന്നും പോണ്ട. മുകളിൽ നിൽക്കുന്ന ആ ദേശത്ത് വാഴുന്ന അവൻ്റെ നേരെ നമ്മൾ അവനെ തോൽപ്പിക്കാനുള്ള പ്രാർത്ഥന തുടങ്ങിയാൽ, കർത്താവേ അതിനുള്ള അധികാരം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങിയാൽ, താഴെ നിൽക്കുന്നവരെല്ലാം ലോ റാങ്കിലുള്ളവരാണ്. അവർ ഓട്ടോമാറ്റിക്കലി വീണോളും. എത്രയോ ജനങ്ങളെ ആഭിചാരങ്ങൾ ചെയ്ത്, മന്ത്രവാദങ്ങൾ ചെയ്ത്, ക്ഷുദ്രങ്ങൾ ചെയ്ത്, നേർച്ചകൾ, കാഴ്ചകൾ, പൂജകൾ, വഴിപാടുകൾ ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പിശാച്. പല മനുഷ്യരുടെ ഹൃദയത്തിലൂടെ അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.
നമ്മളൊന്ന് എഴുന്നേറ്റാൽ അത് നിൽക്കില്ലേ? ഇല്ലേ? ഒരാളോട് ദേഷ്യം തോന്നിയാൽ ഉടനെ പോയി ആഭിചാരം ചെയ്യാൻ പോകും. ശരിയല്ലേ? അവനെതിരെ ചെയ്യും. മന്ത്രവാദം ചെയ്യാൻ പോകും അല്ലേ? ഒരാളോട് ദേഷ്യം തോന്നിയാൽ എന്നിട്ട് പറഞ്ഞു വിടുന്ന ആരാണ്? ഒരു പിശാചിനെ പറഞ്ഞു വിട്ടോളയും. അവൻ്റെ ജീവിതം തകർക്കാൻ, അവൻ്റെ ആരോഗ്യത്തെ തകർത്താൻ, അവൻ്റെ വിഷയങ്ങൾ അവനെ നശിപ്പിച്ചു കളയാൻ അല്ലേ? നമ്മളത് കണ്ട് പേടിച്ചോടാനുള്ളവരാണോ? മുന്നമേ അതറിഞ്ഞ് അവൻ്റെ മുകളിലുള്ളവനെ നമ്മൾ പിടിക്കണം. ഈ കുട്ടിപ്പിശാചികളെയല്ലേ പറഞ്ഞു വിടും. ഇതിൻ്റെ ഹെഡ് ഒരുത്തുണ്ടല്ലോ, അവനെ പിടിക്കണം നമ്മൾ. പിന്നെ എന്തു പറ്റും? അവൻ്റെ അടുത്ത് പോലും പറഞ്ഞു വിട്ടേക്കില്ലെന്ന് പിശാച് പറയും. കാരണം എന്താണ്? അവൻ 10 പ്രാവശ്യം കൈയടിച്ചാൽ എൻ്റെ തല പൊട്ടിപ്പോകും. 10 പ്രാവശ്യം കൈയടിച്ച് അന്യഭാഷ പറയുമ്പോൾ എൻ്റെ തല പൊട്ടിപ്പോവും. അതുകൊണ്ട് ദയവായിട്ട് അവൻ്റെ കോമ്പൗണ്ടിൽ എന്നെ പറഞ്ഞ് വിട്ടേക്കല്ലേ. കൈയടിക്കുകയും അന്യഭാഷ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൊക്കെ വലിയ കാര്യമുണ്ട്. ഒരിക്കലും ഒരു പിശാച് വെളിപ്പെട്ടപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ 6 മാസം കൊണ്ട് ചെയ്ത ഒരു കെട്ടിനെ 10 മിനിറ്റ് കൈയടിച്ച് പോകാൻ പൊട്ടിച്ചു കളഞ്ഞു. 6 മാസം കുത്തിയിരുന്ന് നേർച്ചയും പൂജയും കാഴ്ചയും എല്ലാം ചെയ്തുകൊണ്ട് വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു. 10 മിനിറ്റ് കൈയടിച്ചപ്പോൾ അതിരുന്ന ഭൂതം പൊട്ടി തിരിച്ച് മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മേലാൽ എന്നെ ആ വീട്ടിൽ പറഞ്ഞു വിട്ടേക്കല്ലേ, തീ ഇറങ്ങുന്നെന്ന് പറഞ്ഞു. അവിടെ തീ. അപ്പൊ ഇത്രേ ഇതിനകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത് പേടിക്കാനുള്ളതല്ല. അതുകൊണ്ട് അവർ അഭിഷേകം പ്രാപിക്ക്, തീയുടെ ശക്തി പ്രാപിക്കെന്നൊക്കെ പറയുന്നത്. മന്ത്രവാദികൾ അവരെ പണി ചെയ്യട്ടെന്നേ, ആ വിചാരം ചെയ്യുന്നവർ ചെയ്യട്ടെന്നേ. നമ്മൾ കളിക്കുന്നത് തീ കൊണ്ടല്ലേ? ഹല്ലേലൂയ. നമ്മൾ കളിക്കുന്ന തീ കൊണ്ടല്ലേ? ഹല്ലേലൂയ. നമ്മൾ ശക്തിയോടെ ഇറങ്ങാമെങ്കിൽ, ഒരു അഭിഷേകം പ്രാപിക്കാമെങ്കിൽ, ചില അധികാരങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാമെങ്കിൽ, നിങ്ങളിവരെ തിരിച്ചറിയുന്നവരായി മാത്രമല്ല, ഇതെല്ലാം പൊട്ടിക്കുന്നവനായും കൂടെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇനി നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എന്താണ് ഈ പിശാചിന് നമ്മളോട് ഇത്രയും ദേഷ്യം വരാനുള്ള കാര്യം? എന്താണ് ഈ അശുദ്ധാത്മാക്കൾ, അൺക്ലീൻ സ്പിരിറ്റ്? എങ്ങനെ നമുക്ക് തന്നെ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് ചാടാൻ പറ്റും? സ്വയം പരിശോധിക്കണ്ടേ? നമ്മൾ സ്വയം ഡിസൈൻ ചെയ്യണ്ടേ നമ്മുടെ അകത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്? എന്നിട്ട് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എങ്ങനെ അവരെ ഓടിക്കാൻ പറ്റും? ഇതെല്ലാം വരുന്ന ക്ലാസ്സിൽ ഞാൻ പറയാം കേട്ടോ. അശുദ്ധാത്മാക്കളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അൺക്ലീൻ സ്പിരിറ്റ്സ് എന്ന് പറയും. അവനെ നമുക്ക് അറിയണം. അപ്പം അതൊക്കെ എങ്ങനെ പറ്റും, അതെല്ലാം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളെല്ലാം പിശാചിനെ ഓടിക്കുന്നവരായിട്ട് മാറണം. പിശാചിനെ ഓടിക്കുന്ന ഒരു ജനത. എത്ര സന്തോഷം! നിങ്ങൾക്കൊന്ന് ചിരി വരുന്നില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം കേട്ടോ. ശാരീരികമായും എനിക്കും ഒരു അല്പ ക്ഷീണമുണ്ട്, അതുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ എന്തായാലും ഒന്ന് ആരാധിച്ചിട്ടേ നിർത്തുന്നുള്ളൂ. കാരണം ഒരാത്മാഭിഷേകം നമ്മൾ ഇവിടുന്ന് പ്രാപിച്ചിട്ട് പോകണം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, അടുത്ത എപ്പിസോഡിലൂടെ അടുത്ത കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. കർത്താവ് നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പലരും ചോദിച്ചു ഇവിടെ ആലയത്തിൻ്റെ പണി തുടങ്ങിയോന്ന്. തുടങ്ങിയിട്ടില്ല സഹോദരങ്ങളെ. നമ്മളിവിടെ ഇൻ്റർലോക്ക് ചെയ്ത് മുറ്റം മാത്രം ആയിട്ടേ ഉള്ളൂ. നമുക്കിനി അതിന് കുറച്ച് ഒരു എമൗണ്ട് കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഷീറ്റും കമ്പിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഈ വീടും ഈ വസ്തു ഇരിക്കുന്ന തന്നെ ബാങ്കിലാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്കിവിടെ ആരാധന നടത്താൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിലേ പറ്റൂ. കാരണം ഇത് നമ്മുടെ സ്വന്തമല്ല, ഒന്നുമല്ല. ഹല്ലേലൂയ. അപ്പോൾ അതും കുറച്ച് കാശെങ്കിലും അടച്ചാലേ നമുക്ക് ഇവിടെ ആലയം വെക്കാനും കഴിയത്തുള്ളൂ. കുറച്ച് കാശ് അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിവിടെ വെക്കാൻ തുടങ്ങുമ്പോൾ അവർ വന്ന് നമ്മുടെ അണ്ടറിലാണെന്ന് പറഞ്ഞ് എല്ലാം കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനം മൊത്തം വാഴായി പോവില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിലാണ്. അതിനും ദൈവം ഉടനെ എല്ലാം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന പോലെ സഹായിക്കാൻ കഴിയുന്നവർക്ക് സഹായിക്കാം കേട്ടോ. ഞാനിവിടെ അക്കൗണ്ട് നമ്പർ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹിതം പോലെ നിങ്ങൾക്ക് കഴിയുന്ന പോലെയൊക്കെ സഹായിച്ചാൽ നമുക്കിത് വളരെ വേഗം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കാരണം സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ് നമ്മളെല്ലാവരും തന്നെ. ദൈവം ഇടപെട്ടെങ്കിലേ മതിയാകത്തുള്ളൂ. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊന്നും ഒരുപക്ഷെ ഞാൻ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളോ പറഞ്ഞെന്ന് വരില്ല. അക്കൗണ്ട് നമ്പരൊക്കെ നിങ്ങൾക്ക് പറ്റുന്നവർ സേവ് ചെയ്ത് വെച്ചേക്ക്. എപ്പോഴെങ്കിലും സഹായിക്കാൻ കഴിയുന്നവർക്ക് സഹായിക്കാമല്ലോ. കാരണം അടുത്ത ദിവസങ്ങളിലൊക്കെ ലൈവായി ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്നേരം ഇതൊന്നും പറഞ്ഞ് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഞാൻ ഉണ്ടാക്കത്തില്ല. ലൈവായിട്ട് തന്നെ ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എത്ര പേർ ലൈവായിട്ട് ആഗ്രഹിക്കുന്നു അതുകൂടെയൊക്കെ കമൻറ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.
വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ആലയം പണിയൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും തന്നെ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ നിങ്ങൾ കടന്നു വരിക. കാരണം നമ്മളൊരു ശകലം ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പഠിക്കുന്നത്. നമ്മൾ ആഴത്തിൽ പഠിച്ചാലേ നിങ്ങൾ യോദ്ധാക്കളായിട്ട് എഴുന്നേൽക്കത്തുള്ളൂ. നമുക്ക് ഒന്നിച്ചിപ്പോൾ ഒന്ന് ആരാധിക്കാനായിട്ട് പോവുകയാണ്. ആരാധിക്കാനായിട്ട് ആഗ്രഹമുള്ളവരെല്ലാം ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നാട്ട് നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടി കരങ്ങളിൽ ചേർത്തടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്നെ നിറച്ച് അയക്കാവോ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിരണമേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
പാമ്പുകളെയും വേലുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ ഒരു അഭിഷേകത്താല പ്രിയ മക്കളെ നിറയ്ക്കണം. ഹല്ലേലൂയ. ദേശശക്തികളെ അവർ ചവിട്ടട്ടെ, ടെറിട്ടോറിയൽ സ്പിരിറ്റുകളെ അവർ ചവിട്ടട്ടെ, ഡീമോണിക് അറ്റാക്കുകളെ അവർ തറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ ഒരു ദൈവശക്തി പ്രിയ മക്കളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരാനായി ഞാൻ പ്രാർത്ഥിക്കുവാൻ അധികാരത്തിന്റെ കൈമാറ്റം സംഭവിക്കട്ടെ. അധികാരത്തിന്റെ ചെങ്കോലുകൾ കൈമാറ്റപ്പെടട്ടെ. ചില കിരീടങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടട്ടെ. ചില താക്കോലുകൾ കൈമാറ്റം ചെയ്യപ്പെടട്ടെ. എല്ലാ പ്രകാരം വൈശാലിക മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ചില ദേശശക്തികൾ കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലങ്ങൾ കീഴടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തീ ഇറങ്ങട്ടെ. ദേശങ്ങളിൽ തീ ഇറങ്ങട്ടെ. കുടുംബങ്ങൾക്കകത്ത് തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ വ്യാപരിക്കട്ടെ, തീ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ പൊട്ടുവാനായി ഞാൻ പ്രാർത്ഥിക്കുവാണ്. യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകൾ ഇപ്പോൾ പൊട്ടട്ടെ. The name of Jesus, the name of Jesus, the name of Jesus. രോഗങ്ങളുടെ കെട്ടുകൾ പൊട്ടട്ടെ, രോഗങ്ങളുടെ കെട്ടുകൾ പൊട്ടട്ടെ.
എല്ലാ ദുഷ്ടന്റെ ശക്തികളെയും ഞാൻ ബ്രേക്ക് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. എല്ലാ ഈവൽ പവേഴ്സിനെയും ഞാൻ ബ്രേക്ക് ചെയ്യും. The name of Jesus, the name of Jesus, the name of Jesus, hallelujah. എല്ലാ ഈവൽ സ്പിരിറ്റുകളും വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കും. എല്ലാ ദുരാത്മാക്കളും വിട്ടുപോകും, എല്ലാ ദുരാത്മാക്കളും വിട്ടുപോകട്ടെ. എല്ലാ ദുരാത്മ ശക്തികളും അഴിയട്ടെ, എല്ലാ ദുരാത്മ മണ്ഡലങ്ങളും അഴിയട്ടെ. അശക്തിയാലെ നിറയ്ക്കുന്നതിനായി നന്ദിയപ്പ, നന്ദിയപ്പ, നന്ദിയപ്പ. ആ തീയാലെ 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 നിറയ്ക്കുന്നതിനായി സ്തോത്രം കർത്താവേ. നന്ദിയപ്പ, ഒരു പുതിയ അഭിഷേകത്തെ പ്രിയ മക്കളുടെ മേൽ പകർന്നവരായി നന്ദി. യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരുന്ന മക്കളുടെ മേൽ പുതിയൊരു അഭിഷേകത്തിന്റെ തലത്തെ അങ്ങിട്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു അധികാരത്തോടെ പ്രിയ മക്കൾ എഴുന്നേൽക്കട്ടെ. ഇവിടെ ആരെല്ലാമാണോ അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ പ്രാർത്ഥിച്ചത്, അവരുടെ മേൽ അങ്ങനെ ഒരു അധികാരത്തെ ദൈവം ഇടണം. ചില ദേശശക്തികളുടെ അഴിക്കാൻ, അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് അവരെ ഡീത്രോൺ ചെയ്യാനുള്ള ഒരു അധികാരം ദൈവം ഈ നാളുകൾ പ്രിയ മക്കളുടെ മേൽ പകരണം. അവരെ ആ സ്പിരിറ്റുകളെ ഡിസൈൻ ചെയ്യട്ടെ. ഓരോ വാക്കുകൾ കൊണ്ടുപോലും അവരെ തിരിച്ചറിയട്ടെ കർത്താവേ. അങ്ങനെ ഒരു എബിലിറ്റി, അങ്ങനെ ഒരു ഗിഫ്റ്റ് പ്രിയ മക്കളുടെ ജീവിതത്തിൽ ദൈവം ഇടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഇനി കാണുന്നവരേക്കും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയോടുകൂടെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. താങ്ക് യു. നന്ദി.